നമസ്കാരം, ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സുരേൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എങ്ങനെ നമ്മുടെ ശരീര ലക്ഷണങ്ങളിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് എങ്ങനെ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് ശരീരത്തിലെ ചില സിംറ്റംസ് വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അത് ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങള്? അതുപോലെ തന്നെ നമ്മൾ ഈ വളരെ നാച്ചുറലി നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കൂട്ടാനായിട്ട് എന്തൊക്കെ കഴിക്കണം, ഫുഡായിട്ട് ഭക്ഷണമായിട്ട് നമുക്ക് എന്തൊക്കെ ഉള്ളിലേക്ക് എടുക്കേണ്ടി വരും, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ടിപ്സുകളുണ്ടോ നാച്ചുറലി നമുക്ക് വൈറ്റമിൻ ഡി വർദ്ധിപ്പിക്കാനായിട്ട്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാണാം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. ഒരുപാട് പേരിൽ കണ്ടുവരുന്നതാണ് ഇപ്പൊ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അപ്പൊ തീർച്ചയായിട്ടും കാണാം, പ്രയോജനകരമായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു ലക്ഷണമാണ് ക്ഷീണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ക്ഷീണം എന്ന് പറയുന്നത് നമുക്ക് എനർജി ലോസ് ആണ്. അതായത് എനർജി ഒട്ടുമില്ല. അതായത് നമുക്ക് എനർജി റീഫിൽ ചെയ്യപ്പെടണം. നമ്മൾ ഓരോ സമയത്തിലും നമുക്ക് എനർജി ഇങ്ങനെ റീഫിൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പൊ എനർജി റീഫിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ സെൽസിലെ മൈറ്റോകോൺട്രിയയിലാണ് നമുക്ക് എനർജി പ്രൊഡക്ഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ വൈറ്റമിൻ ഡിയുടെ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു ഫംഗ്ഷനിങ്ങിലൂടെയാണ് നമുക്ക് എനർജി റീഫിൽ ചെയ്യണത്. പക്ഷെ ഇവിടെ നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുമ്പോൾ ആ ഒരു എനർജി പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കാതെ വരും. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് ക്ഷീണം നല്ല തോതിൽ, പ്രത്യേകിച്ച് രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണമായിരിക്കും. ആ ദിവസം ഉടനീളം ക്ഷീണം അനുഭവപ്പെടുന്നവരുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ കാണപ്പെടാറുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലുകൾക്ക് ഉണ്ടാകുന്ന ബലക്ഷയമാണ്. അതായത് നമുക്ക് സന്ധികളിലൊക്കെ അകാരണമായിട്ട് വേദന വരാനായിട്ട് തുടങ്ങും. അതായത് നമുക്കറിയാം, വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാല് കാൽസ്യത്തിന്റെ മെറ്റാബോളിസത്തിനെ തടസ്സപ്പെടുന്നുണ്ട്. അപ്പൊ കാൽസ്യത്തിന്റെ മെറ്റാബോളിസം തടസ്സപ്പെടുമ്പോൾ അവിടെ ഓഫ്കോഴ്സ് നമ്മുടെ എല്ലുകളുടെ ഫലത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു മിനറലാണ് കാൽസ്യം. അപ്പൊ കാൽസ്യം കുറയുമ്പോൾ നമ്മുടെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കും. അത് ഓസ്റ്റിയോപോറോസിസ് പോലത്തെ കണ്ടീഷനിലേക്ക് പോകും. സന്ധികൾക്കും അതുപോലെ തന്നെ ക്ഷയം, സന്ധികളുടെ വേദനകളും നീർവീക്കങ്ങളും ഒക്കെ സംഭവിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തെ ഒരു ലക്ഷണമാണ്. ഇതിന്റെ കൂടെ നമുക്ക് ക്ഷീണം കൂടി ഉണ്ടാകും. ഓക്കെ, പിന്നെ അതുപോലെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അകാരണമായിട്ട് പനി അതുപോലെ മറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കുറയും. അപ്പൊ ഇത് ഒരു മൂന്നാമത്തെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചുമ, കഫക്കെട്ട്, തുമ്മല്, അതായത് രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു കുറെ തുമ്മാനായിട്ട് തുടങ്ങുക, കാരണമായിട്ട് തുമ്മ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വൈറ്റമിൻ ഡി ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മൂഡ് സ്വിങ്സ്. അതായത് പലപ്പോഴും നമുക്ക് മൂഡ് ചിലപ്പോൾ ഹാപ്പി ആയിരിക്കാം, ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ സങ്കടം വരും, അങ്ങനെയൊക്കെ. അതായത് പെട്ടെന്ന് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഒരു കാരണം ഇല്ലാതെ. അതായത് പെട്ടെന്ന് നമുക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി ലെവലൊക്കെ നല്ല രീതിയിൽ കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ആ രീതിയിലൊക്കെ പോകാനുള്ള കാരണമാണ്. പിന്നെ അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമുക്കറിയാം, ചില രോഗങ്ങളിൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാറുണ്ട്. എസ്പെഷ്യലി ഡയബറ്റീസ്, അതുപോലെ PCOD പോലത്തെ പ്രശ്നങ്ങളില്. അതുപോലെ പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് BP, ഹൈ BP, ഇതൊക്കെ ഇതിന് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പീറ്റഡ് ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസ്. ഇത് നമുക്ക് പെട്ടെന്ന് പിടിപെടും, കാരണം ഇമ്മ്യൂണിറ്റി കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് പിടിപെടാനായിട്ട് തുടങ്ങും. അതുപോലെ നമുക്ക് കിഡ്നി രോഗങ്ങൾ, കിഡ്നി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, ലിവർ സംബന്ധമായ ഇഷ്യൂസുകളൊക്കെ നമുക്ക് വരാനായിട്ട് തുടങ്ങും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്, നമ്മൾ മുറിവ് ഒക്കെ, എന്തെങ്കിലും മുറിവൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണങ്ങാനായിട്ട് സാധാരണ എടുക്കുന്ന ടൈമിനേക്കാളും ടൈം എടുത്താൽ മാത്രമാണ് അത് ഉണക്കം കിട്ടുള്ളൂ. ആ രീതിയിലേക്കൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കാണുന്ന ഒരു സിംറ്റമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാണാറുള്ളത്. ഇനി വൈറ്റമിൻ ഡിയുടെ റേഞ്ച് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എത്ര വേണം ഒരാളുടെ ശരീരത്തില്? അപ്പൊ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 20 നാനോഗ്രാം പെർ ഡെസിലിറ്റർ. ഇതാണ് നമ്മുടെ ഒരു ഏകദേശം ആ റേഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു 20ലും താഴെ വരുന്നത് ഏറ്റവും ഡെഫിഷ്യൻസി കുറവാണ്. അതായത് ഭയങ്കര ഡെഫിഷ്യൻസി ഉള്ള ആളുകളിലാണ് 20ൽ താഴെ വരുന്നത്. ഓക്കെ,
ഇനി 20 തൊട്ട് 30 നാനോഗ്രാം പെർ ഡെസിലിറ്റർ അങ്ങനെയാണ് റേഞ്ച് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് ഇൻസഫിഷ്യന്റ് ആണ്. അതായത് കുഴപ്പമില്ല, പക്ഷെ നല്ല റേഞ്ച് അല്ല. ഓക്കെ, ഒരു ഇൻസഫിഷ്യൻസി റേഞ്ചിലാണ് നമ്മൾ ആ 20 to 30 എന്ന് പറയുന്ന റേഞ്ച് വരുന്നത്. ഏറ്റവും നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 30 തൊട്ട് 40 നാനോഗ്രാം പെർ ഡെസിലിറ്റർ ആണ്, 30 to 40. അതാണ് നോർമൽ ആയിട്ട് റേഞ്ച് വേണ്ടത്. ഈ 40-ൽ കൂടുതലാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏറ്റവും നല്ലത് 40-ലും കൂടുതൽ വൈറ്റമിൻ ഡി നമുക്ക് ഉണ്ടാകുന്നത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഏറ്റവും ബെസ്റ്റ് റേഞ്ച് ആയിട്ട് വരുന്നത്. ഓക്കെ, ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമുക്ക് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ, എങ്ങനെ ഏത് റേഞ്ചാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതാണ് ഏറ്റവും നല്ല റേഞ്ച് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ശരീരത്തിൽ ആഗിരണം ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ അതായത് സൺലൈറ്റ് നമ്മുടെ സ്കിന്നിലാണ് ഫസ്റ്റ് അടിക്കുന്നത് അല്ലെ. അപ്പൊ സ്കിന്നിൽ വന്നിട്ട് ഇത് അബ്സോർബ് ചെയ്യണം. ഓക്കെ, അപ്പൊ വൈറ്റമിൻ ഡി റിസപ്റ്റേഴ്സ് ആണ് ഇതിനെ അബ്സോർബ് ചെയ്യുന്നത്, അതായത് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഓക്കെ, വൈറ്റമിൻ ഡി റിസപ്റ്റേഴ്സ് ആഗിരണം ചെയ്യുമ്പോഴാണ് ഇതെന്തായി മാറുന്നത്, ഇത് വന്നിട്ട് ബ്ലഡിൽ എത്തുന്നത്. ഓക്കെ, ബ്ലഡിലെത്തി പിന്നെ അത് ലിവറിൽ എത്തിയിട്ട് പിന്നെ ലിവറിൽ നിന്ന് കിഡ്നിയിൽ എത്തുന്നു. ഓക്കെ, കിഡ്നിയിൽ എത്തിയതിനു ശേഷമാണ് അത് ആക്റ്റീവ് ഫോമിലേക്ക് വരുന്നത്, വൈറ്റമിൻ ഡി ആക്റ്റീവ് ഫോമിലേക്ക് വരുന്നത്. അതിന്റെ പേരാണ് കാൽസിഫെറോൾ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ വൈറ്റമിൻ ഡിയുടെ ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് നാച്ചുറലി വർദ്ധിപ്പിക്കാനായിട്ട്, അതാണല്ലോ ഒരുപാട് പേർക്ക് അറിയേണ്ടത്, എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ സൺലൈറ്റ് നമ്മൾ കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ്. അപ്പൊ അത് ഏത് സമയത്താണ് കൊള്ളേണ്ടത്? രാവിലെ ഒരു 10 മണി തൊട്ട് വൈകുന്നേരം ഒരു 3 മണിയുടെ ഉള്ളിലാണ് നമ്മൾ സൺലൈറ്റ് കൊള്ളേണ്ടത്. ഓക്കെ, അതായത് നല്ല ചൂടുള്ള അല്ലെങ്കിൽ അതിതീവ്രമായി, ഇപ്പോഴത്തെ സൺലൈറ്റ് ഒക്കെ ഭയങ്കര തീവ്ര രശ്മികളാണ്. അത് കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ടാനിങ്ങും ഇതൊക്കെ ഒരുപാട് സൺബേൺ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്ര ഉച്ച വെയിൽ കൊള്ളണ്ട, എന്നാലും അത്യാവശ്യം ഈ ഒരു ടൈം പീരീഡിന്റെ ഉള്ളില് ഏറ്റവും ഒരു അത്യാവശ്യം നമുക്ക് കൊള്ളാൻ പറ്റുന്ന വെയില് നമ്മൾ കൊള്ളുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് എങ്കിലും കൊള്ളുക. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ സൺലൈറ്റ് മാത്രം കൊണ്ടാൽ മതിയോ ഡോക്ടറെ, അപ്പൊ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കിഡ്നി രോഗം ഉണ്ടെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സൺലൈറ്റ് മാത്രം കൊണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ഒരു വൈറ്റമിൻ ഡി കിട്ടില്ല. അപ്പൊ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് വേണ്ട ഔഷധങ്ങൾ, നമ്മുടെ ആയുർവേദ ഔഷധങ്ങൾ ഉണ്ട്, അത് ആഗിരണം ചെയ്യപ്പെടില്ല. കാരണം കിഡ്നിയും ലിവറും ഞാൻ പറഞ്ഞല്ലോ, ഈ ഓർഗൻസ് ഒക്കെ അതിലൊരു ഭാഗവാക്കാണ് ഇതിന്റെ ആക്റ്റീവ് ഫോമിലേക്ക് ഇതിന് കൊണ്ടുവരാനും ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാനും. അപ്പൊ ഇത് ഫംഗ്ഷനിങ് കൃത്യമല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ എത്രയൊക്കെ വെയിൽ കൊണ്ടാലും ഇത് ആഗിരണം ചെയ്യില്ല. അപ്പൊ ഇത് ആഗിരണം ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ സപ്ലിമെന്റ്സ് എടുക്കണം. സപ്ലിമെന്റ്സ് എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ നമുക്ക് ചില ഔഷധങ്ങളുണ്ട് വൈറ്റമിൻ ഡി കിട്ടാനായിട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ അതിനുള്ള പഥ്യങ്ങളുണ്ട്. ഓക്കെ, അതിലെടുക്കുകയാണെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും ഇത് നമുക്ക് ശരീരത്തിൽ കൊള്ളുകയാണെങ്കിൽ ഇത് ആഗിരണം ചെയ്ത് അത് ആക്റ്റീവ് ഫോമിലേക്ക് വരുത്താനും അത് ശരീരത്തിന് ഫങ്ഷനിങ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ എത്രയൊക്കെ എന്താ പറയാ വെയിൽ കൊണ്ടിട്ടും ഇത് കൂടുന്നില്ല എന്നുള്ളത്. ഓക്കെ, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 5000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഓഫ് ഇത് നമ്മൾ എടുക്കണം, സപ്ലിമെന്റ്സ് നമ്മൾ എടുക്കണം. അതായത് 20 വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി 20-ൽ താഴെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതും എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒട്ടും സൺലൈറ്റ് മാത്രം കൊണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇനി ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് കൂട്ടാനായിട്ട് കഴിയും. അതായത് വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ കൂണ്, മഷ്റൂം നന്നായി കഴിക്കുന്നത്, ഇതൊരു 80 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഇതിലുണ്ട്. ഈ ഒരു വൈറ്റമിൻ ഡി ഇതിലുള്ളത് കൊണ്ട് ഇത് കഴിക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും. പിന്നെ വെണ്ണ, ബട്ടർ ഏകദേശം ഒരു 3 ടീസ്പൂൺ വെണ്ണ ഡെയിലി നമുക്ക് കഴിക്കാം, കൊളസ്ട്രോൾ ഒന്നും ഇല്ലെങ്കിൽ കേട്ടോ. ഒരു 60 to 80 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഇതില് വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ശീലാക്കാം. പിന്നെ വരുന്നത് നാടൻ മുട്ടയാണ്, സാധാ മുട്ടയല്ല, നാടൻ മുട്ട. അപ്പൊ നാടൻ മുട്ട 2 എണ്ണം വീതം നമുക്ക് ഒരു 80 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഉള്ളിൽ കിട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വരുന്നതാണ് ചെറിയ മത്സ്യങ്ങൾ, അതുപോലെ തന്നെ ഫാറ്റി ഫിഷസ് ഒക്കെ ഇതിൽ പെടും. അപ്പൊ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 80 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കിട്ടാനായിട്ട് വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നത് കോഡ് ലിവർ ടാബ്ലറ്റ്സ് ആണ്. സപ്ലിമെന്റ്സ് പോലത്തെ ഒരു സംഭവം തന്നെയാണ്. അത് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിലും വൈറ്റമിൻ ഡി കിട്ടുന്നതിന് സഹായിക്കുന്നതാണ്. ഓക്കെ,
അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും കഴിക്കേണ്ടതായിട്ടുള്ള ചില ഫുഡുകൾ. ഇതിലൂടെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് അപ്പോഴും സൺലൈറ്റ് തന്നെയാണ് എന്നുള്ളതും കൂടി ഓർക്കാം. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ സൺലൈറ്റും കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. ഇത്തരം ഇൻഫർമേഷൻസ് മറ്റുള്ളവരിലേക്കും കൂടി എത്തുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.